പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഒരു ബുധനാഴ്ച നോക്കിയേ, നാളെ നമ്മുടെ വ്യാഴാഴ്ച ശുശ്രൂഷ. നമ്മൾ ശരിക്കും സാമ്പത്തികമായിട്ടൊക്കെ തകർന്നടിഞ്ഞവർക്ക് വേണ്ടിയൊക്കെ ശരിക്കും ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്ന ദിനങ്ങളാണ് കേട്ടോ. നമ്മൾ ശരിക്കും ഇങ്ങനെയൊക്കെ അറിയിപ്പുകൾ പറയുമ്പോൾ പ്രിയ സഹോദരങ്ങൾ അത് ഗൗരവമായിട്ടെടുത്ത് പ്രാർത്ഥിച്ചൊരുങ്ങി കുമ്പസാരിച്ചൊരുങ്ങി ഒരു ഡെലിവറൻസിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ അത് കർത്താവ് വലിയ വിടുതലായിട്ട് കർത്താവ് അത് മാറ്റും. ഹല്ലേലൂയ. പിന്നെ ഇന്നലെ നമ്മളുടെ എടത്തിരുത്തി അവിടുത്തെ സ്കൂളിലെ ടീച്ചേഴ്സും സിസ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഒരു 8ഓളം സിസ്റ്റേഴ്സും പിന്നെ ഒരു 32ഓളം ടീച്ചേഴ്സൊക്കെ ആയിട്ട് ശക്തമായ നല്ലൊരു ഗ്രൂപ്പായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ശരിക്കും ഈശോ എന്ന് പറയുമ്പോൾ ടീച്ചർമാരും സിസ്റ്റർമാരൊക്കെ ഭയങ്കര ഒരു അനോയിൻറ്റിങ്ങിലായിരുന്നു. ശരിക്കും അവരുടെ കൂട്ടായ്മ വന്നപ്പോൾ തന്നെ ഈ സെൻറ്ററിന്, അതായത് ഒരു ഗ്രൂപ്പ് വരുമ്പോൾ തന്നെ ഒരു അഭിഷേകത്തിൻ്റെ നമുക്ക് ശക്തമായ സാന്നിധ്യം അറിയാൻ പറ്റും. നല്ലൊരു ഗ്രൂപ്പായിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെ പ്രത്യേകം നന്ദി. പിന്നെ വെള്ളിയാഴ്ചയിലെ കാര്യം നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. വെള്ളിയാഴ്ചയ്ക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി, കുട്ടികളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. കാരണം ഞാനറിയുന്ന പല കുട്ടികളും 9ാം ക്ലാസ്സും 8ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ ഡ്രഗ്സിൻ്റെ കാരിയേഴ്സാണ്. MDMA അല്ലെങ്കിൽ അങ്ങനെയുള്ള മാരക സിന്തറ്റിക് ഡ്രഗ്സ് കുഞ്ഞ് പൈസ അവർക്ക് കൊടുക്കുമ്പോൾ ഈ കുട്ടികളാണ് അത് കൊണ്ട് നടക്കുന്നത്. നമുക്ക് പിടിക്കാൻ പറ്റാത്ത രീതിയിൽ. അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ കുട്ടികളുടെ ശുശ്രൂഷ അനുഗ്രഹപ്രദമാവുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കടമയായിട്ട് കണ്ട് നിങ്ങളുടെ വ്യക്തിപരമായിട്ട് ജപമാല ചെല്ലണം, കുരിശിൻ്റെ വഴി ചെല്ലണം, സ്നേഹപൂർവ്വം നിങ്ങളുടെ മക്കളെ പറഞ്ഞയക്കണം. ഹല്ലേലൂയ. പിന്നെ സഹോദരങ്ങളെ, നമ്മുടെ വെള്ളിയാഴ്ചയിലെ കുട്ടികളുടെ ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ട് പഠനോപകരണങ്ങളുടെ വെഞ്ചിരിപ്പുണ്ടായിരിക്കും. അപ്പോൾ കുട്ടികൾ അവർക്ക് എന്തെങ്കിലും പുസ്തകങ്ങളോ പേനകളോ അല്ലെങ്കിൽ ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരണം. അല്ലെങ്കിൽ ശരിക്കും അവർക്ക് എന്തെങ്കിലും അങ്ങനെ വെഞ്ചിരിക്കാനായിട്ടുണ്ടെങ്കിൽ നമ്മൾ ശക്തമായിട്ട് പഠനോപകരണങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് അന്ന് വെഞ്ചിരിച്ച് കൊടുക്കുന്നതായിരിക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 14:6 അവിടെ വചനം സാംസന്റെ ജീവിതത്തിലേക്ക് ദൈവശക്തി വന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കർത്താവിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു. എന്നിട്ട് പറയാണ്, ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു. നോക്കൂ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു, ആയുധം കൂടാതെ തൻ്റെ അടുക്കിലേക്ക് വന്ന സിംഹക്കുട്ടിയെ ചീന്തിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ബലഹീനരായിക്കൊള്ളട്ടെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നാൽ അവൻ്റെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ശക്തി അവനിൽ കടന്നു വരും. ഇന്ന് നമ്മൾ പലവിധ കാരണങ്ങളിൽ ദുർബലരാണോ ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ. പെന്തക്കോസ്തൊക്കെ കഴിഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവെ എന്നെ സ്പർശിക്കണമേ, പരിശുദ്ധാത്മാവെ എന്നെ തൊടണമേ, പരിശുദ്ധാത്മാവെ എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. നമ്മളിന്ന് ദുർബലരാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ശരിക്കും ഈ ദൈവശക്തിക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക. ആട്ടിൻകുട്ടിയെ എന്ന പോലെ അവൻ സിംഹത്തെ ചീന്തിക്കളഞ്ഞു എന്ന് പറയുന്നതിൽ ഒരു അതിശയോക്തിയില്ലേ പ്രിയ സഹോദരങ്ങൾ. അതിൻ്റെ അപ്പുറത്ത് അതുക്കും മേലെ നമുക്ക് ചെയ്യാനുള്ള കൃപ സ്വർഗം നമുക്ക് തരും. ഈ ഒരു അഭിഷേകം കർത്താവേ എന്നെ ശ്രമിക്കുന്ന ഓരോ ദാസർക്കും ഓരോ ദാസിമാർക്കും അങ്ങ് നൽകണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എപ്പോഴും എന്നേക്കും ആമേൻ.